Very good morning, dear students. I am Dr. Saudamini Menon, educationist and clinical psychologist. Welcome to DCA learning class. Today we'll see the fourth chapter from DC01 book, that is about computer software. Okay. In this chapter, we will learn the significance of software in a computer system and classifications of softwares, operating system, functions and types of operating system, different categories of programming languages, then malicious programs, and piracy and licensing. Okay. Now these are the content of this fourth chapter. Little difficult to understand, but very simple. Whatever I know, I will explain to you. Persons who listen to that one will understand. ഞാൻ പറയണത് കേട്ട് മനസ്സിലാക്കാൻ വളരെ സിമ്പിളായിട്ട് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ കമ്പ്യൂട്ടർ എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? കമ്പ്യൂട്ടറിൻ്റെ ജനറേഷൻ, കമ്പ്യൂട്ടർ എങ്ങനെ വന്നു, ഏതൊക്കെ വിധത്തിലുണ്ടായിരുന്നു, ഇപ്പോഴത്തെ കമ്പ്യൂട്ടർ എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. കമ്പ്യൂട്ടർ എന്താണ്? കമ്പ്യൂട്ടർ ഈസ് എ മെഷീനാണ് അല്ലേ? ഒരു മെഷീനാണ്. അതിന് സ്വന്തമായിട്ട് ബുദ്ധിയില്ല, കോമൺ സെൻസും ഇല്ല. നമുക്കൊക്കെ ഉണ്ടല്ലോ കോമൺ സെൻസ്, നമുക്കൊക്കെ ബുദ്ധിയുണ്ട്. അതുകൊണ്ടല്ലേ നമ്മളിതൊക്കെ പറയണതും പഠിക്കണതും എഴുതണതും ഒക്കെ ഇതായിട്ട്. പക്ഷേ കമ്പ്യൂട്ടറിന് ഒരു ബുദ്ധിയുമില്ല. എന്തോ ഒരു സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഓൾട്ടർനേറ്റ് ഇൻ്റലിജൻസ്, ഒരു റോബോട്ടായിട്ട് വരുന്നുണ്ട്, എല്ലാം ചെയ്തു കൊടുക്കാം. ആ റോബോട്ട് തന്നെ അയാളെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെങ്കിൽ ആ കമ്പ്യൂട്ടറിന് ഒരു ഇമോഷണലോ അല്ലെങ്കിൽ ഒരു വിധത്തിലുള്ള സെൻസോ ആ കമ്പ്യൂട്ടറിന് ഇല്ല. ഓക്കെ, സോ വാട്ട് ഈസ് ദാറ്റ് വൺ? കമ്പ്യൂട്ടർ ഹാസ് നോ കോമൺ സെൻസ് ആൻഡ് ഇൻ്റലിജൻസ്. എവറിത്തിങ് ഹാസ് ടു ബി ഇൻസ്ട്രക്റ്റഡ്. നമ്മൾ എല്ലാം അതിന് പറഞ്ഞു കൊടുക്കണം. ആ ഇൻസ്ട്രക്ഷൻസ്, ആ ഒരു സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നമ്മളതിനെ എഴുതി ഉണ്ടാക്കി ആ പ്രോഗ്രാം ലാംഗ്വേജിനെ നമ്മൾ എന്താ പറയുക? കമ്പ്യൂട്ടർ ലാംഗ്വേജ് എന്ന് പറയും അല്ലേ? നമ്മൾ ഓരോ ലാംഗ്വേജ്, ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ മലയാളം ഈസ് ദ ലാംഗ്വേജ്, തമിഴ്നാടെങ്കിൽ തമിഴ് ഈസ് ദ ലാംഗ്വേജ്. അതുമാതിരി കമ്പ്യൂട്ടറിനെ പറഞ്ഞാൽ മനസ്സിലാക്കി ആ കമ്പ്യൂട്ടറിനെ നമ്മളുടെ വഴിക്ക് വരുത്താനായിട്ട് ഉപയോഗിക്കുന്ന ലാംഗ്വേജിനെ എന്താ പറയുക? കമ്പ്യൂട്ടർ ലാംഗ്വേജ് എന്ന് പറയും. ഈ കമ്പ്യൂട്ടർ ലാംഗ്വേജ് പ്രോഗ്രാമിനെ യൂസ് ചെയ്യണത് ഏതൊക്കെയാണ്? സി ഉണ്ട്, C++, ജാവ, ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ കമ്പ്യൂട്ടർ ലാംഗ്വേജിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ ഒരു മെഷീനാണ്. അതിന് സ്വന്തമായിട്ടൊരു ഇൻ്റലിജൻസ് ഇല്ല, കോമൺ സെൻസ് ഇല്ല. ആ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ പ്രോഗ്രാം ചെയ്ത് കൊടുക്കുന്ന ലാംഗ്വേജിനെ കമ്പ്യൂട്ടർ ലാംഗ്വേജ് എന്ന് പറയണത്. ആ കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഏതൊക്കെ? എക്സാമ്പിൾ ചോദിച്ചാൽ ഏതാ പറയുക? സി ഉണ്ട്, C++ ഉണ്ട് ആൻഡ് ജാവ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് സോഫ്റ്റ്വെയർ. ക്ലാസിഫിക്കേഷൻ പറഞ്ഞാൽ പല വിധത്തിൽ 2 തരത്തിലുള്ള സോഫ്റ്റ്വെയറാണ്. ഏതൊക്കെയാണ്? ആദ്യത്തെ നമ്മൾ പറയണ സിസ്റ്റം സോഫ്റ്റ്വെയർ. എന്താണ് അതിന് പറയുക? സിസ്റ്റം സോഫ്റ്റ്വെയർ. രണ്ടാമത്തെ കാറ്റഗറിയിനാണ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയണത്. അപ്പോൾ ഈ സിസ്റ്റം സോഫ്റ്റ്വെയറും അപ്ലിക്കേഷനും ഇത് 2 വിധത്തിലുള്ള സോഫ്റ്റ്വെയറാണ് നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് ഉപയോഗിക്കുന്നത്. നൗ സിസ്റ്റം സോഫ്റ്റ്വെയർ, ആ സിസ്റ്റം സോഫ്റ്റ്വെയറിനെ പിന്നെ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 3 ഡിവിഷൻ ഉണ്ട്. ആദ്യത്തെ ഡിവിഷൻ്റെ പേരാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. രണ്ടാമത്തെ ഇതാണ് ലാംഗ്വേജ് പ്രോസസ്സർ. ആൻഡ് മൂന്നാമത്തെ എന്താണ്? ഡിവൈസ് ഡ്രൈവേഴ്സ് ആൻഡ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് കുറേയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. എന്നാലും നമുക്ക് നോക്കാം. അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ രണ്ടാമത്തെ കാറ്റഗറി സോഫ്റ്റ്വെയറിലത്തെ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നാണ്. അതിനെ 2 വിഭജിച്ചിട്ടുണ്ട്, 2 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ എന്നും രണ്ടാമത്തെ സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർ. ജനറലായിട്ട് ഉപയോഗിക്കുന്നത്, സ്പെസിഫിക് ആയിട്ട് അല്ലേ, ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. സിസ്റ്റം
software is a set of programs designed to control, manage and support a computer system and its data processing activities. ഏതാണ് ആദ്യത്തെ കാറ്റഗറി? സിസ്റ്റം സോഫ്റ്റ്വെയർ എന്തിനുപയോഗിക്കുന്നതാണ്? ഡിസൈൻഡ് ടു കൺട്രോൾ, മാനേജ് ആൻഡ് സപ്പോർട്ട് എ കമ്പ്യൂട്ടർ സിസ്റ്റം. ഓക്കെ. നൗ ഓപ്പറേറ്റിംഗ്, അതിൽ നമ്മൾ എന്ത് പഠിച്ചു? അതിൽ 3 വിധത്തിലുള്ളതുണ്ട്. ഓപ്പറേറ്റിംഗ് ഓഫ് സിസ്റ്റം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നൗ ഇറ്റ് ഈസ് എ സിസ്റ്റം software package to control and utilize all the hardware resources of a computer. കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ റിസോഴ്സസിനെ കൺട്രോൾ ഉപയോഗിക്കണം ഈ ഓപ്പറേറ്റിംഗ് ഓഫ് സിസ്റ്റം എന്ന് പറയണത്. ഓപ്പറേറ്റിംഗ് ഓഫ് സിസ്റ്റം ആക്ട്സ് ആസ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ കമ്പ്യൂട്ടർ, ഹാർഡ്വെയർ ആൻഡ് യൂസർ. നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കണ്ടല്ലേ, നമ്മളുടെ ഹാർഡ്വെയറിൻ്റെ മിഡിലിൽ ഒരു ഇൻ്റർഫേസ് ആയിട്ട് ഉപയോഗിക്കണതിനാണ് നമ്മൾ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയണത്. ഫോർ പ്രോപ്പർ ഫങ്ഷൻ, എന്തിനാണിത്? ഫോർ പ്രോപ്പർ ഫങ്ഷനിങ് വി ഷുഡ് പ്രൊവൈഡ് സം സോഫ്റ്റ്വെയർ ടു അസിസ്റ്റ് ഓൾ ദ ഹാർഡ്വെയർ. Such a type of hardware software is called device drivers. എന്താണ് അതിന് പറയുക? ആ ഒരു സിസ്റ്റത്തിനെ നമ്മൾ ഉപയോഗിക്കണ ആ ഇൻ്റർഫേസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇതിനെയാണ് നമ്മൾ എന്താ പറയണത്? ഡിവൈസ് ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. നൗ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഇനി ഈ ഫങ്ഷൻ എന്താണ്? ആദ്യം നമ്മൾ പറഞ്ഞു ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്തിനു ഉപയോഗിക്കണത്? ഇറ്റ് ഈസ് എ ബിറ്റ്വീൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് ദ യൂസർ. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് യൂസറിൻ്റെയും ലിങ്ക് ചെയ്യണ ഒരു സിസ്റ്റമാണത് ഈ ഓപ്പറേറ്റിംഗ് ഓഫ് സിസ്റ്റം എന്ന് പറയണത്. അതിൻ്റെ ഫങ്ഷൻസ് പറഞ്ഞാൽ അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം? പ്രോസസ്സർ മാനേജ്മെൻറ്റ്. ആദ്യത്തെ എന്താണ്? പ്രോസസ്സർ മാനേജ്മെൻറ്റ്. രണ്ടാമത്തെ മെമ്മറി മാനേജ്മെൻറ്റ്. നമ്മൾ വാട്ട് ഈസ് പ്രോസസ്സർ എന്ന് പഠിച്ചു. മെമ്മറി നമ്മൾ പഠിച്ചു. വാട്ട് ആർ മെമ്മറി? നമ്മളതും നോക്കി. അത് കഴിഞ്ഞ് മൂന്നാമത്തെയാണ് ഇൻ്റർപുട്ട് ഔട്ട്പുട്ട് മാനേജ്മെൻറ്റ് അല്ലേ? ഇൻ്റർപുട്ട് പറഞ്ഞാൽ ഇൻപുട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കണത്, ഔട്ട്പുട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് അല്ലേ നമ്മൾ നോക്കണത്, പ്രിൻ്റ് ഔട്ട് എടുക്കണത്, അത് മാനേജ് ചെയ്യാനും. പിന്നെന്താണ്? ഫയൽ മാനേജ്മെൻറ്റ്. ഫയൽ കണ്ടിട്ടുണ്ടല്ലേ? നമ്മൾ ഓരോ ഫയലായിട്ട് ഒരു ഭാഗത്ത് നമ്മൾ ഒരു ലെറ്റർ ഉണ്ടാക്കി, അല്ലെങ്കിൽ 10 ലെറ്റർ നമ്മൾ ഉണ്ടാക്കി, അത് അവിടെയും ഇവിടെയും കിടക്കുമ്പോൾ നമ്മളെല്ലാം കൂടിയിട്ട് ഒരു ഫോൾഡറിലാക്കി നമ്മൾ, അതിനാണ് ഈ ഫയലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഫയൽ മാനേജ്മെൻറ്റ്. പിന്നെ സെക്യൂരിറ്റി അല്ലേ? നമ്മളുടെ മൊബൈലൊക്കെ നിങ്ങളറിയാം, നമ്മൾ സെക്യൂരിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ കമാൻഡ് ഇൻ്റർപ്രിട്ടേഷൻ, അപ്പോൾ ഈ 6 ഫങ്ഷൻസാണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുള്ളത്. ഒന്നുകൂടെ നോക്കാം നമ്മൾക്ക്. പ്രോസസ്സർ മാനേജ്മെൻറ്റ്, മെമ്മറി മാനേജ്മെൻറ്റ്, ഇൻപുട്ട് ഔട്ട്പുട്ട് മാനേജ്മെൻറ്റ്, ഫയൽ മാനേജ്മെൻറ്റ്, സെക്യൂരിറ്റി ആൻഡ് കമാൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. ഇനി ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പറയുമ്പോൾ അതിൽ 5 കാര്യങ്ങളാണ് നമുക്ക് ഓർക്കേണ്ടത്. ഫസ്റ്റ് വൺ ഈസ് ദ സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സിംഗിൾ, ഒരാൾക്ക് മാത്രം. രണ്ടാമത് മൾട്ടി യൂസർ, അത് രണ്ടാമത്തെ. മൾട്ടി യൂസർ മൾട്ടിപ്പിൾ അല്ലേ, കുറേ ആൾക്കാർ, ഒന്നിൽ കൂടുതൽ ആൾക്കാരെ ഉപയോഗിക്കുന്നത്. പിന്നെ മൾട്ടി ടാസ്കിങ് യൂസറാണ്. ടാസ്ക് നമ്മൾ ഡിഫറെൻറ്റ് ടാസ്കിന് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് കിട്ടുന്നത്. ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നാലാമത്തെ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഈ OS എന്ന് പറയുമ്പോൾ റിയൽ ടൈം OS പറയുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അഞ്ചാമത്തെ മൊബൈൽ OS സിസ്റ്റം സച്ച് ആസ് മൊബൈൽ ഫോണ്, സ്മാർട്ട് ഫോണ്, ടാബ്ലറ്റ്, കമ്പ്യൂട്ടേഴ്സ്, ഇതൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇതിനാണ്. നമ്മൾ ആൻഡ്രോയിഡ്, നമ്മുടെ എല്ലാം ഉണ്ടല്ലേ, അതിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ബ്ലാക്ക്ബെറി, പണ്ട് ഒരു ബ്ലാക്ക്ബെറി ഉണ്ടായിരുന്നു വളരെ ഫേമസ് ആയിട്ട് ആ കമ്പനി. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ് നമ്മളത് പറയണത്. ഇനി നമ്മൾ പ്രോസസ്സർ അടുത്ത ക്ലാസ്സിലേക്ക് നോക്കാം. അതുവരേക്കും ഗുഡ് ബൈ, താങ്ക് യു, നന്ദി, നമസ്കാരം. നിങ്ങളുടെ സൗദാമിനി.